ഹായ്, താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. അപ്പോൾ കഴിഞ്ഞ 25-26 നാടൻ ക്യാമ്പിൻ്റെയും ടെൻറ്റ് റൂട്ടിൻ്റെയും പിന്നെ കുറേ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെയും കൂടെ ഞാനൊരു ക്യാമ്പ് പോയിട്ടുണ്ടായിരുന്നു. വയനാട് പന്തിപ്പൂയിൽ വെച്ചിട്ടായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത്. It was a core memory for me because it was my first experience and it was a great experience though. Let me know if you guys liked it or not. Thank you. 6:32 എത്തേണ്ട ട്രെയിൻ കൃത്യം 6:42 എൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഫൈൻ സൺറൈസ് ഒക്കെ കണ്ട് നമ്മുടെ ട്രെയിൻ വന്നു. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ, എന്നാലും സീറ്റ് കിട്ടി. ഒമ്പണയൊക്കെ ആയപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി. കുറെ സ്ഥലങ്ങൾ ഭൂട്ടാൻ, തായ്ലൻഡ്, മിനി, സ്വിറ്റ്സർലാൻഡ്, ഇനി കുറച്ചും കൂടി ഉണ്ട്. ഈസ്റ്റേൺ, നാഗാലാൻഡ്, മേഘാലയ, അതൊക്കെ പോണം ഇൻഷാ അല്ലാ. എന്റെ പേര് പറഞ്ഞ ചിരിച്ച് സൗണ്ട് ആക്കി ചിരിച്ചേ. എന്തുവാ എവിടെയാ പോകുന്നേ? ഹായ്. മറ്റുള്ള മൃഗങ്ങളെ ആനേനെ വലയത്തിന്റെ സിസ്റ്റം എല്ലാ കാര്യങ്ങളും ഏകദേശം ആൾക്കാരെ പുതിയ ആൾക്കാരായിരിക്കും. ഇത് പുഴയുടെ ഞാൻ ഇൻട്രോട്ടാ. ക്ലാസിന്റെ പ്രത്യേകത എന്താ വെച്ചാല് സ്റ്റോറേജ് ഞാൻ തന്നെ എന്റെ സ്റ്റോറേജ് തീർക്കുന്നു. യെസ്. ആകിട്ടോ ഹലോ.
ഇതാണ് ബ്ലോഗർ വ്യൂ. ഈ അവസരത്തിൽ എന്താണ് വ്യൂവത്ത് പറയാനുള്ളത്? ഓക്കെ, അല്ല ഈ ഏരിയയെ പറ്റി എന്താ ഉള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു രാവിലത്തെ ഒരു അനുഭവം? അല്ല അത് രാവിലെ കണ്ടായിരുന്നു ഗൈസ്. രാവിലെ ഫസ്റ്റ് ഏറ്റവും ലൈനിൽ ഏറ്റവും ഫസ്റ്റ് ഓടിക്കരുത് ബ്ലോഗർ ബി പാത്രമാണ്. അതിൽ തേർഡ് കയറി വന്നത് ഫോർത്ത് എത്തിയിരുന്നു, പക്ഷെ തളർന്ന് ബൈക്കിലായി പോയി. പക്ഷെ എന്നാലും കീപ്പപ്പ് ചെയ്തിട്ട് മോശമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കി ആൾക്കാർ. എന്താ കലാമേടുണ്ട്, പഴയ എന്താ ഗൈസ് 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷെ വീഡിയോ ഇട്ടില്ല. എന്താ ഏത് എടാ അതിന് മടുത്ത് ഒഴിവാക്കിയാളി. Let's introduce this girl. ഹലോ ഗൈസ്, ഐ എം നവാൽ. പിന്നെന്താ എന്നെ കുറിച്ച് ഓക്കെ, ഞാൻ മെഡിസിൻ പഠിക്കാണ്, 3rd year ആണ്, പെരിന്തൽമണ്ണയിൽ നിന്ന്, കമ്മിങ് ഫ്രം ഗുരുവായൂർ. Okay, thank you so much. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ഇതുവരെ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് പോയിട്ടാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. നമ്മളൊരു സ്ഥലം കാണുന്നതിലുപരി നമുക്ക് ഒരുപാട് കണക്ഷൻസ് അവിടെ കിട്ടും. നമ്മൾ ഈ ഒരു ക്യാമ്പ് കഴിയുന്ന ഒരു സമയത്ത് എല്ലാവരും പിരിഞ്ഞു പോകുമെന്നുള്ളൊരു ഫീൽ നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെയും നമ്മൾ കണക്റ്റ് ആവും എന്നുള്ള ആ ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു 24 hours-നുള്ളിൽ. ഒരു നാടൻ ക്യാമ്പിനെയും ടെൻ റോഡ്സിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ദേ ആർ ദ ബെസ്റ്റ്. ഒരു ഇവന്റ് നടത്തണം എന്നുള്ളതിനുപരി എല്ലാവരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിലായിരുന്നു അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് ഒരു മലേൻ്റെ മുകളിൽ കയറിയിട്ട് സൺറൈസ് കാണാണ്. ഇറ്റ് വാസ് മൈ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇൻഷാല്ലാ February 8-9 നാടൻ ക്യാമ്പിൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എസ്കേപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീരും, അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിരിക്കുമെന്നൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ ഒരു 2 days-ന് അപ്പുറത്തേക്ക് കുറേ ദിവസത്തേക്ക് നിങ്ങൾക്കൊരു നല്ലൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് നല്ല ആൾക്കാരുടെ കണക്ഷൻസും കിട്ടും. നിങ്ങൾ ആ ഒരു ക്യാമ്പിൽ നിന്ന് പോയിട്ട് ഒരു 24 hours കഴിഞ്ഞാൽ എല്ലാവരെയും പിരിഞ്ഞിട്ട് വരുന്ന രീതിയിലായിരിക്കില്ല എക്സ്പീരിയൻസ് ഉണ്ടാവുക. സോ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.